വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായി കേട്ടോ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. മെയിനായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസും കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, കാരണം അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. മഴയത്താണ് ഞാൻ സർവീസിന് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പുതിയ റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്ത മാസം ഏപ്രിൽ കുറേ ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ട്രിപ്പ് നടത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല. വണ്ടിയുടെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വണ്ടി ഇപ്പം 8000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേർഡ് സർവീസ് ആയിരുന്നു, ലാസ്റ്റ് ഫ്രീ സർവീസാണ് കേട്ടോ. 3 ഫ്രീ സർവീസാണ് നമുക്കുള്ളത്. അപ്പോൾ തേർഡ് സർവീസ് വരുന്നത് മെയിനായിട്ടും ഓയിൽ ചേഞ്ചും, ചെയിൻ ക്ലീൻ, ചെയിൻ ലൂബ്, ബാക്കി അല്ലറ ചില്ലറ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് എൻ്റെ TPMS വർക്കാവുന്നില്ല കേട്ടോ. അതായത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം. അത് നമ്മുടെ മീറ്ററിൽ 2 വരയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതാ കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കിലത്തത് വർക്കാവുന്നില്ല, 2 വര മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റാണ് കേട്ടോ. അപ്പോൾ അതും അടിച്ചു പോയിരിക്കുകയാണ്. അത് അടിച്ചു പോയിട്ട് കുറച്ച് നാളായി. ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സാധനം വന്നിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും വാറൻറ്റി പീരീഡ് ആയതുകൊണ്ട് നമുക്ക് 2 വാറൻറ്റി തന്നെ മാറി കിട്ടും. വേറെ എക്സ്ട്രാ ചാർജോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മേജർ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഞാൻ വണ്ടിയിലും. സോ അതൊക്കെയായിരുന്നു വണ്ടിയുടെ സർവീസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഒരു ഷോർട്ട് റൈഡ് പോവാണ്. ഇത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ലവേഴ്സായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാൻ പറ്റിയൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഞാൻ ഇന്ന് പോകുന്നത്. ശാസ്താംപാറ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശാസ്താംപാറയിലോട്ട്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മുടെ ശാസ്താംപാറയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 2 പരിപാടികളാണുള്ളത്. ഒന്ന് നമുക്ക് ശാസ്താംപാറ കവർ ചെയ്യണം. പിന്നെ രണ്ടാമത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ മീറ്റ് ചെയ്യണം. അവൻ ശനിയാഴ്ച കടൽ കടന്ന് പോവുകയാണ്. മാൾട്ട എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? UK അപ്പോൾ അങ്ങോട്ട് ജോലി കിട്ടി പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അവനെ ഒന്ന് കാണണം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനെയും കൂട്ടി ശാസ്താംപാറയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. സർവീസ് ടൈമിൽ അവർ ചെക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഭയങ്കര കുറവായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്രണ്ടിലത്തെ TPMS വർക്കാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പോകുന്ന വഴിക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് വണ്ടിയുടെ വൈബ്രേഷൻ കുറഞ്ഞെന്ന് ചോദിച്ചാൽ, വൈബ്രേഷൻ അവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം, നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ചതിൻ്റെ ഒരു നല്ലൊരു റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതുമായിട്ട് യൂസ്ഡ് ആയി. എനിക്കിപ്പോൾ അങ്ങനെ അത് വലിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വൈബ്രേഷൻ. ആദ്യം എടുത്ത സമയത്തും എനിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു ടോപ്പ് സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ നമുക്ക് കൈയൊക്കെ നന്നായിട്ട് മരവിക്കുമായിരുന്നു എനിക്ക് ആ ടൈമിലൊക്കെ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്കതങ്ങനെ ഫീൽ ആവുന്നില്ല വൈബ്രേഷൻ. ഹൗസ് ഇട്ട് ഓടിച്ചാൽ നമ്മൾ തീരെ അറിയത്തില്ല വൈബ്രേഷൻ ഉള്ള കാര്യം. പിന്നെ അറിയുന്നത് നമ്മളൊരു 100-100ൻ്റെ മുകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിഫൈൻമെൻറ്റൊക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി ഇല്ല. ഓരോ വണ്ടിക്കും അതിൻ്റേതായ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വണ്ടിയാണ്, നമ്മളങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ വണ്ടി നമ്മളെ തിരിച്ചും സ്നേഹിക്കും. സോ വൈബ്രേഷൻ്റെ പേരിൽ മാറ്റി നിർത്തേണ്ട ഒരു വണ്ടിയല്ല കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഹൈവേ പെർഫോമൻസ് തരുന്നതാണ്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഹൈവേയിലൊക്കെ നിങ്ങൾ കൊടൈക്കനാൽ വീഡിയോ കണ്ടിട്ടുള്ളതാണെങ്കിൽ മനസ്സിലാവും. എനിക്ക് ഒട്ടും ക്ഷീണമില്ലാതെ ഞാൻ അങ്ങ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വണ്ടിയുടെ കാര്യങ്ങൾ. നമ്മളിതാ ഇവിടെ നിന്നാണ് കേട്ടോ. നമുക്ക് നൈട്രജൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. ചേട്ടാ നൈട്രജൻ ഒന്ന്. സോ ഞാൻ 33, നമ്മുടെ കമ്പനി പറയുന്നത് 32 കേട്ടോ ഫ്രണ്ടും ബാക്കും. ഞാൻ 1 പോയിൻ്റ് കൂട്ടിയാണ് എപ്പോഴും ഇടാറുള്ളൂ. കാരണം നൈട്രജൻ അല്ലേ എയറിനേക്കാളും കുറച്ച്
വെയിറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട്. ഞാനിപ്പോൾ പോകുന്നത് മലയൻകീഴ് റൂട്ട് വഴിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അതാണ് എനിക്ക് എളുപ്പം. ഇപ്പോൾ സമയം 5:30 നമുക്ക് സൺസെറ്റിന് മുമ്പ് അവിടെ എത്തിയാൽ നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റും കാണാം. പിന്നെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയുടെ ഫുള്ളൊരു 360 വ്യൂവും കാണാം കേട്ടോ. സോ ഇപ്പോൾ കഴിഞ്ഞാണ് പാപ്പനംകോട് ജംഗ്ഷൻ. നമ്മളവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് കേട്ടോ പോകുന്നത്. ഈ റൂട്ട് അത്യാവശ്യം തിരക്കില്ലാത്തൊരു റൂട്ടാണ്. പിന്നെ ഇപ്പോൾ ഓഫീസ് ടൈം അതൊക്കെ ആയതുകൊണ്ടുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഇത് വിളവൂർക്കൽ സ്കൂളാണ് കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ടീച്ചറായിരുന്നു ഒരു 10-15 വർഷം. സോ ഗായ്സ്, ഇതാണ് മലയൻകീഴ് ജംഗ്ഷൻ. ഇവിടെ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. അങ്ങനെ പാട്ടും ബഹളമൊക്കെയാണ്. നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിലോട്ടാണ് കേട്ടോ തിരിഞ്ഞേ. സോ ഗൈസ്, നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഇതൊരു ഫുൾ ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇവിടെ 2 സൈഡിലും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു നല്ലൊരു വൈബാണ് ഇതുവഴി പോകാനായിട്ട്. ഇതാ നടുക്കൂടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ടോ. ഇവിടുത്തെ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഇതാണ് കേട്ടോ. ഈ റോഡൊക്കെ പണ്ട് പൊളിഞ്ഞ് കിടന്ന റോഡാണ്. ഇപ്പോൾ ഇതാ കോൺക്രീറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി. പണ്ട് ഇതുവഴി വരുന്നത് ഒരു ചടങ്ങായിരുന്നു. അവിടെ ചെറിയൊരു ശിവൻ്റെ അമ്പലമൊക്കെ കാണാം കേട്ടോ. സോ ഗൈസ്, ഇതാണ് കേട്ടോ അവൻ്റെ വീട്. നമുക്ക് അവനെ ഒന്ന് വിളിച്ച് നോക്കാം. അവനിപ്പോൾ വരും കേട്ടോ. നമുക്ക് അവനെയും കൂട്ടി പോവാം. എന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അധികം ഒച്ചപ്പാടോ ബഹളമൊന്നും ഇല്ലാതെ കാമൻ ക്വയറ്റായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ആകെപ്പാടെ ഉള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷി കളിക്കുന്നതും അതും കാറ്റും, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ആകെപ്പാടെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ടായിരുന്നെങ്കിൽ ഞാനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാൻഡ് ഗാർഡ്. അത് TVS തന്നെ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തോ ഒരു വലിയൊരു സാധനം ഫിറ്റ് ചെയ്തൊരു ഫീലായിരുന്നു അത് വെച്ചുകൊണ്ടിരുന്നപ്പം. ഒരു എന്താ പറയുക, ഒരു സുഖമില്ലായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ തന്നെ അത് അഴിച്ച് മാറ്റി കേട്ടോ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? അതാ ഒരു റേഡിയേറ്റർ ഗ്രില്ല് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജെൽ സീറ്റ് വെച്ചിട്ടുണ്ട്. വണ്ടി ഫുള്ളും PPF ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ വണ്ടിയിൽ ആകെപ്പാടെ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ട്. ഇനി എനിക്കൊരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഒരു ക്രാഷ് ഗാർഡ്, നല്ലൊരു ക്രാഷ് ഗാർഡ് വെക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കുഴപ്പമില്ലാത്ത ഹെഡ്ലൈറ്റാണ്, നല്ല വെളിച്ചമുണ്ട് രാത്രിയൊക്കെ. പക്ഷേ എന്നാലും ലുക്കിന് വേണ്ടിയിട്ട് എനിക്കൊരു ഫോഗ് ലൈറ്റ് കൂടെ വെക്കണമെന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വൈസറും കൂടെ വെച്ചിട്ടുണ്ട്. ഇതും TVS തന്നെ പ്രോഡക്റ്റാണ്. എവിടെ ഇത് നമുക്ക് മാറ്റായിട്ട് കയറാം. ഇത് നമുക്ക് കൈ പിടിച്ചിട്ട് കയറാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടി. എന്താ മോനെ, നാണമാണോ നിനക്ക്? നാണമാണോ? അടി എൻ്റെ അച്ഛനമ്മയില്ലേ? വേണ്ട, വന്നിട്ട് കയറാം. സോ ഗായ്സ്, നമ്മൾ അവനെയും പിക്ക് ചെയ്തതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ ഇങ്ങോട്ട്?
ആ ഇവിടുന്ന് ഇവൻ്റെ വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ശാസ്താംപാറ വരെ പോകാനായിട്ട് കേട്ടോ. ഇടത്തോട്ടല്ലേ? ഇങ്ങോട്ടല്ലേ? സോ ഗായ്സ് ഇതാണ് കേട്ടോ, ഇവിടെ നടുക്കൊരു കിണറൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി എവിടെ വെക്കാൻ? സോ നമുക്ക് ബൈക്ക് ഒക്കെ ഇതാ ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. കാറ് ബാക്കിലോട്ടും സൈഡിലോട്ടൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് നാരങ്ങ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതൊരു കണ്ടോ ചേട്ടനൊക്കെ ഇരിക്കും. ആ വന്നിട്ട് വാങ്ങിക്കാം ചേട്ടൻ. ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ടുള്ള. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രം. സോ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഇതോടെ ഒരു മാവ് പൂത്തിരിക്കുന്നുണ്ടോ? ഇത് മണ്ഡപം 1 എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ഇവിടെയുള്ള അവർക്കൊക്കെ വിശ്രമിക്കാനുള്ളതായിരിക്കുമല്ലേ സ്റ്റാഫിനൊക്കെ. ഈ പാറപ്പുറത്തൂടെയൊക്കെ കയറുന്നവരൊക്കെ സൂക്ഷിക്കണം. ഇവിടെയൊക്കെ മഴ സമയത്തൊക്കെ തെന്നലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. പിന്നെ നമുക്കിവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ശാസ്താവിൻ്റെ അമ്പലം ഉള്ളതുകൊണ്ടാ ശാസ്താംപാറ. ഓ അതുപോലെ ആ നടുക്കൊരു ചെറിയൊരു അമ്പലം കൂടെ ഇല്ലേ, ഒരു ശിവൻ്റെ പ്രതിഷ്ഠ എന്തോ. ആ കടയൊന്നുമില്ലേ. സോ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അടവാണ്, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് അടഞ്ഞ് കിടക്കുകയാണ്. ബാക്കി ശനി ഞായറൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാണും. പിന്നെ ഇവിടെ എല്ലാം അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ കിടക്കുകയാണ്. വരുന്നവരാരും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എറിയാതിരിക്കാൻ പ്രത്യേകം നോക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം 15/9/2016 കേട്ടോ. അപ്പോൾ ആ കാണുന്ന മുകളിലോട്ടൊക്കെ നമുക്കിനി വലിഞ്ഞ് കയറാം. ഇനി ബാക്കിലോട്ട് വരരുത്. ഇവിടെ ചെന്നാലും നമുക്ക് കൂട്ടുകാരുണ്ട് ഗൈസ്. എൻ്റെ പേര് നല്ല പേര്. അവനും നമ്മുടെ കൂടെ വരുവാണ് കേട്ടോ. വാ നമുക്ക് മുകളിലൊക്കെ പോയി കാണാം. നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് ഈ അഡ്വഞ്ചർ സാധനവും, ഒന്ന് ഈ സാധാ സാധനം. നമുക്ക് ആദ്യം ഈ മല വലിഞ്ഞ് കയറിയിട്ട് പോകാം. അപ്പോൾ നമുക്ക് പിടിച്ച് കയറാൻ ഇവിടെ കൈവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കയറുന്നവർ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ തെന്നി താഴെ അടിച്ച് വീഴും. പ്രായക്കാർക്കൊക്കെ കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പിള്ളേരെയും കൊണ്ട് വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക, അവരെയും കൊണ്ട് കയറുന്നവർ സൂക്ഷിക്കുക. കാരണം സ്റ്റെപ്പായിട്ടൊന്നും ഇല്ല, ഇതിങ്ങനെ നിരപ്പായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ പിടിച്ച് കയറിയില്ലെങ്കിൽ നമ്മൾ താഴെ എത്തും പെട്ടെന്ന്. മറിയുള്ളൂ കേട്ടോ ഇത്. ബാക്കി നമ്മുടെ കഴിവാണ്. സോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നൈസല്ലേ? അവിടെ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനിയുണ്ട്, സമയമുണ്ട് സൂര്യൻ താഴോട്ട് പോകാനായിട്ട്. ആ ഭാഗത്താണ് നമ്മുടെ കോവളവും ശംഖുമുഖവും ഒക്കെ വരുന്നത് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാം. നമ്മുടെ പുറകെ കയറി വന്ന ആരെന്നാണ്ട്. വാ, അവനും കയറി വന്നു കേട്ടോ നമ്മുടെ കൂടെ. ഇവിടെയാണോ വീട്? അതാണ് മണ്ഡപം 2. ആ കാണുന്ന ചെറിയൊരു അമ്പലമാണ് കേട്ടോ. ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു അവിടെ.
ഇത് ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കുറച്ച് ഹയർ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഗൈസ്, നമുക്കിവിടെ നിന്നാൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖമൊക്കെ കാണാം കേട്ടോ. അതോ ആ 2 കുന്നിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിന്ന് ക്രെയിനും കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ടോ? പിന്നെ ആ ഭാഗത്താണ് കോവളവും ശംഖുമുഖവും ഒക്കെ വരുന്നത്. ആ സൈഡ് ഫുൾ ബീച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇനി കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലേ. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സിറ്റിയുടെ ഫുൾ ഒരു പനോരമിക് വ്യൂ കാണാം കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 360 വ്യൂ എന്ന് പറയുന്നത്. ഒരു 4 മണി 5 മണി ആ ടൈമിലൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാം കേട്ടോ. നിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞ? അവിടെയോ? അത് മൂക്കുന്നുമലയാണോ ആ കാണുന്നത്? അത് മൂക്കുന്നുമലയാണ് കേട്ടോ ഗൈസ്, നമ്മുടെ പട്ടാള ക്യാമ്പൊക്കെ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗത്ത് കോവളം, ഈ ഭാഗത്ത് ശംഖുമുഖം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് വെസ്റ്റേൺ ഗട്ട്സാണ്. നമ്മുടെ അഗസ്ത്യർകൂടമൊക്കെ ഏത് ഭാഗത്തായിട്ട് വരും? അഗസ്ത്യർ മലയൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. ആ ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്തോട്ട് നമുക്ക് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഈ കുന്നിൻ്റെ മുകളിൽ കയറി. ഇതാണ് കേട്ടോ ഇവിടുന്ന് ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു വലിയ ടവറും കാര്യങ്ങളൊക്കെ കാണാം. ആ ഭാഗത്തൊക്കെ കുന്നും മലകളൊക്കെയാണ് കേട്ടോ. അവിടെ കോട കാരണമാണ് ഒന്നും കാണാൻ പറ്റാത്തത്. പിന്നെ ഇവിടെയുള്ളൊരു ഹൈലൈറ്റാണ് കേട്ടോ ഇവിടുത്തെ ഈ കുളം എന്ന് പറയുന്നത്. ഈ കുളം ഒരിക്കലും പറ്റാത്തൊരു ഉറവ പോലത്തെ ഒരു കുളമാണ് കേട്ടോ. ആ നല്ല ആമ്പലൊക്കെ പൂത്തിക്കുന്നത്. അതാണ് ഇവിടുത്തെ ആമ്പലിൻ്റെ കാര്യങ്ങളൊക്കെ. ഏത് നിമിഷം വേണേലും ഇവിടെ ഒരു മഴയ്ക്ക് കോളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ല കാറ്റുമുണ്ട്, ചെറുതായിട്ട് മഴ പൊടിക്കുന്നുമുണ്ട്. നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് താഴോട്ട് വൈകി ഇറങ്ങാം. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ, കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ലൈറ്റ് കണ്ടോ? നമ്മൾ പറഞ്ഞില്ല ഇവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന്. അയ്യപ്പ ക്ഷേത്രം ഇത് ആ കാണുന്നതാണ് കേട്ടോ, അയ്യപ്പ ക്ഷേത്രം. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേടാ? എന്നൊക്കെയാണ് അവിടെ? എല്ലാ ശനിയാഴ്ചകളിലും അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൃശ്ചികം 41 ദിവസം ആ സമയത്തൊക്കെ ആ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയാനായിട്ടുള്ളത്. ഏകദേശം സന്ധ്യയാവാറായി കേട്ടോ. നമുക്കിനി പയ്യെ താഴോട്ടിറങ്ങാം. ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് ഒരു ചടങ്ങാണ്. പിടിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ പറന്നങ്ങ് താഴെ എത്തും. ഇവിടെ എല്ലാം തെന്നി കിടക്കുകയാണ്. അപ്പോൾ മഴ സമയത്തൊക്കെ ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ എല്ലാം തെന്നി കിടക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഗ്രിപ്പുണ്ട്. അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ചെരുപ്പ് ഇട്ടുകൊണ്ട് അങ്ങ് ഇറങ്ങിയാൽ വലിയ സീനില്ലാതെ നമുക്ക് താഴെ എത്താം. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് തൽക്കാലത്തേക്ക് ടാറ്റ പറയാം.
വേറെ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല കേട്ടോ. ഓരോരോ അമ്പലത്തിലെ പാട്ടുകളും അത് മാത്രമേ ഉള്ളൂ ഇവിടെ കേൾക്കാൻ പറ്റുന്നത്, ബാക്കിയൊന്നുമില്ല. ഇതാണ് നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട മണ്ഡപം 2. പെട്ടെന്ന് വെയിലോ മഴയോ വല്ലതും വന്നാൽ നമുക്ക് അത്യാവശ്യം കയറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളത് അതിൻ്റെ മുകളിലാണ് കേട്ടോ എത്ര നേരം നിന്നേ. പിന്നെ ഇവിടെ 7 മണി വരെ ഇരുത്തത്തുള്ളൂ. അത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി വന്ന് എല്ലാവരെയും ഇറക്കി വിടും. ഇതിപ്പോൾ ലൈറ്റ് കുറഞ്ഞ് വരികയാണ്. ഇവിടെ ഓരോ സ്ഥലത്തും വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങളും നമുക്ക് വന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ശിവൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയുള്ള അമ്പലം. ഇവിടെയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് ഇതുവഴി താഴോട്ടിറങ്ങി പോകാം കേട്ടോ. അപ്പോൾ ഈ താഴോട്ടിറങ്ങി പോകുമ്പോഴാണ് ചിൽഡ്രൻസ് പാർക്കും അതുപോലെ അവിടെ ഒരു കുളവും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മുകളിൽ കണ്ടില്ലേ അമ്പലമൊക്കെ ഉള്ളത്, അതുപോലൊരു കുളവും ഇവിടെ ഉണ്ട്. ഇതാ കാണാമോ? പിന്നെ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റി ലൈറ്റൊക്കെ ഇട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് എല്ലായിടത്തും. അത്യാവശ്യം 20 രൂപയ്ക്ക് നമുക്ക് വെർത്താണ് കേട്ടോ. ഒന്ന് അത്യാവശ്യം സമാധാനമായിട്ടിരിക്കാം അല്ലേ? ഭാഗ്യം വീണില്ല. വീണിരുന്നെങ്കിൽ നാണക്കേട്. എല്ലാ സൈഡിലും അമ്പലത്തിലും പാട്ട് കേൾക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ദീപാരാധനയുടെ സമയമല്ലേ, അപ്പം എല്ലാ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. അതുപോലെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഫുള്ള് എല്ലായിടത്തും ലൈറ്റൊക്കെ വന്ന് തുടങ്ങി. ഇവിടെയും ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇവിടെയും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഇവിടെ രണ്ടുപേരും സ്ഥിരമായിട്ട് വരുമായിരുന്നു കേട്ടോ. അതെ, എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നിരുന്ന ഒരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ആവും. നേരത്തെ ഒരു മഴയൊക്കെ വന്നത്, പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഏത് ഓ ഗൈസ്, ആ ഭാഗത്തായിട്ടാണ് കേട്ടോ മലയൻകീഴ് വരുന്നത്. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമില്ലേ, ആ ഭാഗത്താണ്. ക്യാമറയിൽ കൂടെ കണ്ടുകൂടാ, പക്ഷേ ആ ഭാഗത്തുണ്ട്. സോഡ നാരങ്ങ കുടിച്ചാലോ ചേട്ടാ? സോഡ നാരങ്ങ രണ്ടെണ്ണം. സമയം ഇപ്പോൾ 7 മണിയായി. ഈ മുകളിലോട്ട് പോയാൽ നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് എത്തും കേട്ടോ. കാരോട് മൈപ്പറമ്പ് ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. കുടിച്ചോ. സോ അതൊക്കെയായിരുന്നു ശാസ്താംപാറയിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വാ, സോ നമുക്ക് വീണ്ടും വരാൻ കേട്ടോ. ഇതുകൊണ്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കിണർ ഒരു തടിയുടെ ഷേപ്പിൽ ആക്കി വെച്ചേക്കുക. റോഡിൻ്റെ നടുക്ക് തന്നെ കിണറല്ലേ. സോ ഗൈസ്, നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 8:30 ഇപ്പോൾ ഇത്രയും നേരം ഇവൻ്റെ വീട്ടിലായിരുന്നു. നേരെ വീട്ടിലോട്ട് പോകാം. പോട്ടാ. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് കാണിക്കാൻ മറന്നുപോയി. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. സോ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. ഇരുട്ടായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ വീടെത്തിയിട്ട് കാണാം കേട്ടോ.
സോ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമുക്ക് വലിയ വലിയ ട്രിപ്പുകൾ ഇനി ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ് നടന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു താമസമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് അടുത്ത മാസത്തോടെ നമുക്കൊരു ട്രിപ്പ് പോകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.